ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്കി രാവിലെ സ്കൂളിൽ പോയി ഒരുങ്ങി നിൽക്കുക കേട്ടോ. സ്കൂളിൽ യെല്ലോ കളർ സെലിബ്രേഷനാണ്. യെല്ലോ കളർ ഡ്രസ്സും ബാഗിലൊരു യെല്ലോ JCBയും പിന്നെ ഒരു തൊപ്പിയും ഒക്കെ ഉണ്ട്. അതിൻ്റെ സന്തോഷമാണ് മുഖത്ത് കാണുന്നത്. ഇങ്ങനെ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ കളർ ഡ്രസ്സ് ഇടാൻ പറ്റൂ. നന്ദക്കിനി സ്കൂൾ അടയ്ക്കുന്നത് വരെ ഓൺലൈൻ ക്ലാസ് തന്നെയാണ്. അവൾ വീട്ടിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇവനും വീട്ടിൽ ഇരുന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഡ്രസ്സും കളിപ്പാട്ടും ഒക്കെ എടുത്തു വെക്കുന്ന കണ്ടപ്പോൾ ഒരുങ്ങാൻ സ്പീഡായി. 10:30 കഴിയുമ്പോൾ വരും. അത്ര നേരേ ഉള്ളൂ സ്കൂള്. ഞാനീ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുറത്തൊരു കിളിയിരുന്ന് ഭയങ്കര ബഹളം. വീട്ടിൽ വന്ന് കുറച്ച് നേരം കറങ്ങി നടന്നിട്ട് ഉച്ചയ്ക്കുള്ള പണി തുടങ്ങി. ലക്കി വരുന്നതിന് മുന്നേ ചോറും കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നന്ദ ക്ലാസ്സിലാണ്. 7 മണിക്ക് ക്ലാസ് തുടങ്ങും അവൾക്ക്. അവളുടെ വീഡിയോ എടുക്കുന്നതിനോട് അവൾക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അവളെ വലുതായി കാണിക്കാത്തത് കേട്ടോ. അല്ലാതെ മോനോട് ഇഷ്ടക്കൂടുതലായോണ്ടൊന്നും അല്ല കേട്ടോ. 2 ദിവസം മുന്നേ വാങ്ങിയ കാകടപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതിനെ എടുത്ത് മെഴുക്കുവരട്ടാന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് മീനും ഇരിപ്പുണ്ട്, അതിനെ പൊരിക്കാം. പിന്നെ കുറച്ച് സാമ്പാറും വെക്കാം. ഇവിടെ എല്ലാവർക്കും സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ മെഴുക്കുവരട്ടി എന്നാണ് പറയുന്നത്. ചിലയിടത്ത് ഇതിന് ഉപ്പേരി എന്ന് പറയും. എവിടെ എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും സാധനം ഒന്ന് തന്നെയാണ്. ഫ്രിഡ്ജിലിരുന്ന മീനിനെ രാവിലെ എടുത്ത് പുറത്ത് വെച്ചായിരുന്നു. ലക്കീനെ വിട്ടിട്ട് വന്ന ഉടനെ മസാല പുരട്ടി വെച്ചു. സാമ്പാറിനൊക്കെയുള്ള കഷ്ണങ്ങൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ മീനിൽ നന്നായിട്ട് മസാല പിടിച്ചിരിക്കും. ഇത് തേങ്ങയൊന്നും ഇടാതെ വെറുതെ കടുവറുത്ത് വെക്കാനാണ്. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇവിടുന്ന് വാഴക്കൂമ്പ് വാങ്ങി തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ല, പിന്നെ ഭയങ്കര കയ്പ്പ്. ഇത് കടലമീനാണ്. പണ്ടൊന്നും എനിക്ക് ഈ മീൻ ഇഷ്ടമേ അല്ലായിരുന്നു. പിന്നെ വേറെ മീനൊന്നും കിട്ടാതിരുന്നപ്പോൾ ഇതങ്ങ് ശീലമായി. കടൽ മീനേക്കാളും ഫ്രഷ് ഈ മീൻ തന്നെയാണ്. ഇത് കട്ട് ചെയ്യുന്നത് വരെ ജീവനും കാണും. ഈ മീൻ ഞാൻ തേങ്ങയരച്ച് വെക്കത്തില്ല, കുടംപുളിയൊക്കെ ഇട്ട് മുളകിട്ടാണ് വയ്ക്കുന്നത്. ഇവിടെ വളർത്തുമീനിൻ്റെ ഒരുപാട് വെറൈറ്റി കിട്ടും. ചില മീനൊക്കെ കറി വെക്കുമ്പോൾ കറി മൊത്തം എണ്ണയായിരിക്കും. 1-2 പ്രാവശ്യം ഇവിടെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമല്ല, പിന്നെ അത് വാങ്ങിച്ചിട്ടുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നന്ദയ്ക്ക് ഇൻ്റർവെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും കഴിച്ചായിരുന്നു. ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ലക്കി വന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുക. അത് കുറേ നേരം കാണും. ഇന്നവൻ സ്കൂളിൽ വെച്ച് ഞങ്ങളെയൊക്കെ വരച്ചിട്ടുണ്ടെന്ന് അതൊക്കെ എടുത്ത് കാണിക്കുക കേട്ടോ. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവൻ വരച്ച പടം നിങ്ങളെ കൂടെ കാണിക്കണേന്ന് പറഞ്ഞു. ഓരോന്നും പറഞ്ഞു തരുമോ അത്. സ്റ്റാറും മാങ്കോയും പിന്നും എന്താണ്ടൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എന്ന്. അച്ഛനും അമ്മയും ചേച്ചിയും പിന്നെ അവനും. അവൻ കുഞ്ഞായതുകൊണ്ടാണ് ഹൈറ്റ് ഇല്ലാത്തതെന്ന്. പിന്നെ ഞങ്ങൾ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ റൂമിൽ നിന്ന് ബഹളം കേൾക്കുന്നു. അതുവരെ കളിച്ചുകൊണ്ടിരുന്നവരെന്തിനോ അടിയായി. നന്ദ വേദനിപ്പിക്കത്തില്ല അവനെ. ലക്കി അവളെ കടിച്ചെന്ന്. ഒരു കാര്യവും ഇല്ലാതെ അവൻ കടിക്കത്തുമില്ല. എന്തോ സാധനം ചോദിച്ചിട്ട് കൊടുത്തില്ലെന്ന്. പിന്നെ 2 പേർക്കും വേണ്ടത് ഞാനങ്ങ് കൊടുത്ത്. അപ്പം പിന്നെ അവരുടെ പ്രശ്നം കഴിഞ്ഞ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് കപ്പലണ്ടി വാങ്ങിയായിരുന്നു. അതങ്ങ് പുഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓരോ കപ്പലണ്ടി എടുത്തു വെച്ച് കിളികളുടെ പേരൊക്കെ പറയുക അതുപോലുണ്ടെന്ന്. അതുകൊണ്ട് അത് തിന്നാൻ അവന് പേടിയാവുന്നെന്ന്. ഭയങ്കര നമ്പരാണ്. നിങ്ങളിതിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. കുറേ നാൾ മുന്നേ അമ്മ ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പം ഞങ്ങൾ അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. എന്നിട്ടമ്മ നാട്ടിൽ ചെന്നിട്ട് കപ്പലണ്ടി വാങ്ങി ഇതേപോലെ ചെയ്ത്. അമ്മ വാങ്ങിയത് പിഞ്ച് കപ്പലണ്ടിയായിരുന്നു. മൊത്തത്തിൽ വെന്ത് പോയിട്ട് ഒന്നും കഴിക്കാൻ കിട്ടിയില്ലെന്ന് പറഞ്ഞു. നാട്ടിലൊന്നും ഇങ്ങനെ ആരും ചെയ്യത്തില്ല, വറുക്കത്തല്ലേ ഉള്ളൂ. ഇങ്ങനൊന്ന് കഴിച്ചു നോക്കണം. ലക്കി പിന്നെ ഇത് കളിയായി. അവന് കഴിക്കാൻ വേണ്ടെന്ന്. പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ 3-4 പീസ് കഴിച്ചു, അത്ര തന്നെ. പിന്നെ ഞങ്ങൾ ഒരറ്റത്ത് നിന്ന് തുടങ്ങി. ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് പുഴുങ്ങിയെടുത്താൽ നല്ല ടൈം പാസ്സാവും.
ഇവിടെ ഏട്ടനാണ് എന്നെ ഇങ്ങനെ പഠിപ്പിച്ചത്. ആദ്യം ഒരു രസം തോന്നിയില്ല, പിന്നെ നല്ല ടേസ്റ്റ് തോന്നി. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഫുഡും. വെളിച്ചെണ്ണയിലൊക്കെ കടുവറുത്ത് കഴിച്ച് ശീലിച്ച ഞാൻ ഒരു സമയത്ത് പെട്ടുപോയിരുന്നു. ഇപ്പോൾ കടുകെണ്ണയും റിഫൈൻഡ് ഓയിലും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥാനം പിടിച്ച്. എന്നാലും ഒരു വശത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അത്യാവശ്യത്തിനെടുക്കാൻ. നാട്ടിൽ പോയിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ കുറേ കൊണ്ടുവരും. അത് ഉപയോഗിച്ചില്ലെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാ. കഴിഞ്ഞ വർഷം കൊണ്ടുവന്നത് ഇപ്പോഴും ഇരിപ്പുണ്ട്. എന്നാലും ഇപ്രാവശ്യം പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരും കേട്ടോ. അതുപോലെ കുറേ സാധനങ്ങളുണ്ട് വലിയ ആവശ്യമില്ലെങ്കിലും വരുമ്പോൾ കൊണ്ടുവരാൻ. അതിലൊന്നാണ് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇപ്പോൾ ഇവിടെ കിട്ടും. ഒരു സമയത്ത് 5 കിലോയൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ചേമ്പും ചേനയും മരച്ചീനിയില്ലേ, കപ്പ, അതൊക്കെ കൊണ്ടുവരും. അതൊക്കെ ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, അതൊക്കെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു സ്പെഷ്യലാണ്. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.